Hello friends, Technique Malayalam's മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ വിവോ X300 Pro ആണ്. അപ്പോൾ വിവോന്റെ X സീരീസ് നമുക്കറിയാം ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ക്യാമറ സൈസ് ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്ത് ഇറക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വിവോ X200 Pro 200 അത് കഴിഞ്ഞ് 200 FE ഇറങ്ങി. മൂന്നും തന്നെ ക്യാമറ സെൻട്രിക് ഡിവൈസസ് ആയിരുന്നു. എന്നാൽ ഈ വർഷത്തെ അതായത് 2026 വേണ്ടിയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പാണ് X300 സീരീസ്. അതിൽ X300 Pro ആൻഡ് X300 ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് X300 Pro ആണ്. ഇത് ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് വരുന്നത്. എഗെയിൻ ഇതിന്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയില്ല. ഡെഫിനറ്റ്ലി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും പ്രൈസിങ്, അതിലൊരു സംശയം തന്നെ ഇല്ല. മേ ബി കാർഡ് ഓഫേഴ്സ് വെച്ച് കുറച്ചൊന്നും താഴാൻ ചാൻസ് ഉണ്ട്, എന്നാലും 1 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാ ഡിവൈസും നമ്മൾ കണ്ടില്ലേ പ്രൈസിങ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഏതൊരു ബ്രാൻഡ് എടുത്താലും പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, കോസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ വിവോയിലും ആ ഒരു ഇത് ഇമ്പാക്റ്റ് ആവുന്നുള്ളതിൽ നമുക്കൊരു സംശയമില്ല. അപ്പോൾ വിവോ X300 Proന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാമറാസ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി ക്യാമറ സെറ്റപ്പാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സൈസ് പാർട്ട്ണർഷിപ്പ്, അതേപോലെ സൈസ് APO ടെലിഫോട്ടോ ലെൻസും സൈസിൻ്റെ ഓരോ മോഡ്സും ഒരുപാട് മോഡ്സ് ഒക്കെ വരുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ്. ഞാൻ വിശദമായി പറയാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബോക്സ് തുറക്കാം. ബോക്സിലെ കണ്ടന്റ്സ് കാണിക്കാം, പിന്നെ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർഫോമൻസിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വിവോ X300 Proന്റെ ബോക്സ് പാക്കേജിംഗ് ആണ്. കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ്. അത് എല്ലാ വർഷത്തെയും പോലെ സൈസ് ആയിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. എസ്പെഷ്യലി ദ ക്യാമറ ആസ്പെക്ട് X300 Pro. അപ്പോൾ ബോക്സിന്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് ബാക്കി ഡയമെൻഷൻ ആണ്. 7.9 mm ആണ് തിക്നെസ് വരുന്നത്. ഹെഡ്സ് ആർ 1.14 ആണ്, ബോഡീസ് ആർ 0.95 ആണ്. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എഴുതി കാണാം. 16/512 വേരിയന്റ് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു വേരിയന്റേ ഉള്ളൂ. ഇതൊരു ഗോൾഡൻ കളറും പിന്നെ അതേപോലെ ഒരു ബ്ലാക്ക് കളറുമാണ്. നമുക്ക് വീണ്ടും തന്നെ ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി ചെയ്യണം. അപ്പോൾ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് മുകളിൽ ഫോണിലേക്ക് വരാം. പിന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു ചെറിയ ബോക്സാണ്. ഒരു സിം ഇജക്റ്റ് പിൻ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു TPU കേസ്. അതേപോലെ തന്നെ നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ, ഒരു വിവോ X300 സീരീസിൻ്റെ ഒരു കാർഡും കാണാം. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി ഇൻഫർമേഷനുമാണ്. പിന്നെ വരുന്നത് നമുക്ക് ചാർജറാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 90 വോട്ടിൻ്റെ വിവോൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് USB Type-C ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി ബോക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ് വിവോ X300 Pro. ഇതെങ്ങനെ കീറി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ X300 Pro. ക്യാമറ സിസ്റ്റം കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ക്യാമറ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 7.9 mm തിക്നെസ് ആണെങ്കിലും ഈ ക്യാമറയുടെ തിക്നെസ് ഡെഫിനറ്റ്ലി നല്ല ഒരു അധികമുണ്ട്. എന്നാലും ഒരു അടിപൊളി ക്യാമറ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പ്രൊജക്ഷൻ ഡെഫിനറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അറൗണ്ട് 226 grams ഉണ്ട് വെയിറ്റ്. അപ്പോൾ അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് അല്ല, എന്നാലും കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. വലിയ സ്ക്രീൻ സൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. ഞാൻ വിശദമായി പറയാം. ഇവിടെ നമുക്ക് ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ഫൈബർ ഗ്ലാസ് ആണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പ്യുവർ ഗ്ലാസ് അല്ല, ഫൈബർ ഗ്ലാസ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ കിട്ടാണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഇത് ഫൈബർ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതൊരു അലുമിനിയം അലോയ് ആണ് വരുന്നത്. ബാക്കിൽ ഫൈബർ ഗ്ലാസ് ആണ്, ഫ്രണ്ടിൽ നമുക്ക് പ്യുവർ ഗ്ലാസ് ആണ് വരുന്നത്. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറൊക്കെ ഉള്ള ഒരു ഫൈബർ ഗ്ലാസ് ആണ്. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം, ആൻറ്റിന ബാൻഡ്സ് കാണാം. അതേപോലെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അലേർട്ട് സ്ലൈഡർ പോലെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ സൈലന്റ് മോഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്പീക്കർ യൂണിറ്റ് കാണാം. താഴത്ത് USB Type-C പോർട്ടും അതേപോലെ നമുക്ക് ഇവിടെ സിം ട്രേ ആണ് വരുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം. 6.74 ഇഞ്ചസിൻ്റെ ആ ഒരു കുറച്ചും കൂടെ ഒരു കോമ്പാക്റ്റ് ആണെന്ന് പറയാം. എന്നാൽ വളരെ സ്മോൾ ഫോം ഫാക്ടറുള്ള ഡിവൈസ് അല്ല, എന്നാലും കുറച്ചും കൂടെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം. ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഗെയിൻ 1.1 mm ആണ് ബെസൽസ് വരുന്നത്. വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ IP68 IP69 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻസ് എല്ലാം തന്നെ നമുക്കുണ്ട്. ഇവിടെ കണ്ടില്ലേ ലെൻസിൽ T-സ്റ്റാർ കോട്ടിംഗ് എന്ന് കാണാം. അത് ലെൻസിൻ്റെ T-സ്റ്റാർ കോട്ടിംഗ്, നമ്മൾ സൈസിൻ്റെ ഒരു T-സ്റ്റാർ കോട്ടിംഗ് നമ്മളെപ്പോഴും സൈസ് പറയുമ്പോൾ വരുന്ന ഒരു കോട്ടിംഗ് ആണ്. അത് ലെൻസിൻ്റെ ഫ്ലെയർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. വിവോൻ്റെ ബ്രാൻഡിങ് ആണ് ഇവിടെ. LED ഫ്ലാഷിംഗ് ആണ്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് ഏറെക്കുറെ സിമിലർ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ.
ആണ്, എന്നാൽ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. ഇത് ഫൈബർ ഗ്ലാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ, പ്യുവർ ഗ്ലാസ് അല്ല. അത് എനിക്ക് കുഴപ്പമായിട്ട് തോന്നുന്നില്ല, കാരണം ഫൈബർ ഗ്ലാസ് പൊട്ടാൻ ചാൻസ് കുറവാണ് ഗ്ലാസിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. എന്നാൽ ഗ്ലാസ്സിന് അതേ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഡ്യൂറബിലിറ്റിയിൽ സ്ക്രാച്ച് വിടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് വശത്തും നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഓവറോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ട്. ഫ്രണ്ട് പാനലിലെ ബെസൽസും വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 6.74 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അഗെയിൻ 1.5K പ്ലസ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് LTPO പാനലാണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. അതേപോലെ എല്ലാ HDR10+ അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും തന്നെ ഉണ്ട്. നല്ല ടച്ച് റെസ്പോൺസ് ആണ് വരുന്നത്. വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്, നമുക്ക് പറയാൻ സാധിക്കും. AMOLED ഡിസ്പ്ലേ ആണ്. അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ 1.1 mm ആണ് ബെസൽസ്. അപ്പോൾ വളരെ മിനിമലാണ് ബെസൽസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെറ്റിംഗ്സ് എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ, വളരെ മിനിമൽ ബെസൽസ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ വീഡിയോസ് ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാം. എസ്പെഷ്യലി ഇത്രയും മിനിമൽ ബെസൽസ് ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ നമുക്ക് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വേറെ പ്രത്യേകത. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. നല്ല കളേഴ്സും ബ്രൈറ്റ്നസ് എലവേഴ്സും എല്ലാം തന്നെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിലാണ് ഇത്തവണ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. ഒറിജിൻ OS 6 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സെറ്റിംഗ്സ് തന്നെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. about phone Origin OS 6, Vivo X300 Pro, Dimensity 9500 octa-core processor, 16GB സ്റ്റോറേജും അതേപോലെ 16GB റാമും 512GB സ്റ്റോറേജും അതേപോലെ പ്രൊഫഷണൽ ഇമേജിംഗ് ചിപ്പ് VS1 കൊടുത്തിട്ടുണ്ട്. അതായത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഒറിജിൻ OSൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഒറിജിൻ OS ഡീറ്റെയിലായി റിവ്യൂ ചെയ്തിട്ടില്ല, ഞാൻ വിശദമായി പിന്നീട് പറയാം. കണ്ടില്ലേ, ലുക്സ് ഒക്കെ നല്ലോണം തന്നെ മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാം കൂടെ നല്ലൊരു ഗ്രൂപ്പിംഗ് സ്ട്രക്ചറാണ്. അതേപോലെ നോട്ടിഫിക്കേഷൻ ടോഗിൾസും വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനും വിഡ്ജറ്റ്സും അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല ഒരു വെൽക്കം ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഒറിജിൻ OS 6നെ. അഗെയിൻ നമ്മൾ ബാക്കിയുള്ള UI ഇപ്പോൾ കമ്പയർ ചെയ്തതിന് അത് വിശദമായി പിന്നീട് പറയാം. ഒറിജിൻ OS 6 നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. നല്ല എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. പണ്ടത്തെ ഫണ്ട് ചോയ്സിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയ ഒരു UI എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നി. പിന്നെ കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ, ഫോൺപേ, നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാലും കുഴപ്പമില്ല. ഓവറോൾ നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി ഇംപ്രൂവ്ഡ് ആണ്. ഫണ്ട് ചോയ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് ഒറിജിൻ OS 6ൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുക. എന്നാൽ ഡീറ്റെയിൽഡ് ആയി ഒറിജിൻ OS 6ൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം എത്രത്തോളം നല്ലതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഒറിജിൻ OS വളരെയധികം ഇംപ്രൂവ്ഡ് ആണ്. എന്നാലും ആ ഒരു ഓക്സിജൻ OSൻ്റെ ആ ഒരു ലെവൽ വരെ എത്തിയിട്ടില്ല എന്ന് വേണ്ടി പറയാം. എന്നാലും വളരെ നല്ല ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ Dimensity 9500 ചിപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് LPDDR5X റാമും UFS 4.1 ആണ്. ഇനി റോ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ആൻറ്റിറ്റ്യൂഡ് സ്കോർ കണ്ടില്ലേ, 3.5 മില്യൺ ആണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ. അതായത് 35 ലക്ഷത്തിന് മുകളിലാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വന്നത്. എഗെയിൻ നല്ലൊരു ചിപ്പാണ്, പെർഫോമിംഗ് ചിപ്പാണ് Dimensity 9500. അപ്പോൾ ഏറെക്കുറെ അടിപൊളി ഒരു ഗെയിമിംഗ് പെർഫോമൻസോ അല്ലെങ്കിൽ ഹാർഡ് കോർ പെർഫോമൻസ്. അതേപോലെ തന്നെ ഇതിനകത്ത് ക്യാമറ സെൻട്രിക് ഒരു ചിപ്പ് കൂടിയുണ്ട്. കാരണം ക്യാമറ പെർഫോമൻസിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ സെൻട്രിക് ചിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. അതേപോലെ തന്നെ ക്യാമറയ്ക്ക് മുൻതൂക്കമുണ്ട്. ഈവൻ സ്റ്റോറേജ് ടെസ്റ്റ് വാല്യൂ ഉണ്ടല്ലേ, UFS 4.1ൻ്റെ സ്റ്റോറേജ് ടെസ്റ്റ് വാല്യൂം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ബെഞ്ച് മാർക്കിലൊന്നും കാര്യമേ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവൻ നമ്മൾ ഒരുപാട് ടെസ്റ്റിംഗ് ചെയ്തതിൽ ഹീറ്റിംഗ് അത്ര ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നല്ല നോർമൽ ടെമ്പറേച്ചറിലാണ് നിന്നത്. എഗെയിൻ ബെഞ്ച് മാർക്കൊക്കെ ചെയ്യുമ്പോൾ ഒബിയസ്ലി ഡിവൈസ് ഹീറ്റ് ആവും, അതിലൊരു സംശയമില്ല. പക്ഷേ നോർമൽ യൂസേജിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിന് ഏതാണ്ട് ഒരാഴ്ചത്തോളമായി. എഗെയിൻ ഫുൾ ഫ്ലെഷ് ടെസ്റ്റിംഗ് ഞാൻ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയുന്നത്, ഇത് റിവ്യൂ അല്ല. അപ്പോൾ ഫുൾ ഫ്ലെഷ് ടെസ്റ്റിംഗ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് നല്ലതാണ്, ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, അത് നമുക്കറിയാമല്ലോ. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ, വളരെ ഫാസ്റ്റ് ആയ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. പിന്നെ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട്. ഇത് ഒരൊറ്റ വേരിയന്റിലേ വരുന്നുള്ളൂ. 16 512 വേരിയന്റ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ. 16GB ഓഫ് റാമും 512GB ഓഫ് സ്റ്റോറേജ് ആണ് വരുന്ന വേരിയന്റ്. അഗെയിൻ സിം കാർഡിൽ 5G സപ്പോർട്ട് എല്ലാം തന്നെ ഉണ്ട്. അതിലൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ വേറെ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാറില്ല. അപ്പോൾ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് Dimensity
Dimensity 9500 പ്ലസ് ക്യാമറ ചിപ്പ് നമുക്ക് നൽകുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. നമുക്ക് കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. എഗെയിൻ ഇത് സൈഡ് പാർട്ട്ണർഷിപ്പ് ചെയ്ത് ആ ഒരു ക്യാമറ സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്യാമറ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് സോണി ലൈറ്റ് 828 സെൻസറാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത് 50 മെഗാ പിക്സൽ സെൻസറാണ്. പിന്നെ സെക്കൻഡറി ക്യാമറ ഒരു 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് JN1 സെൻസറാണ്. ഓട്ടോ ഫോക്കസ് ഉണ്ട്, 190 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് പറയാവുന്നത് നമുക്കൊരു 200 മെഗാ പിക്സൽ HPB സെൻസറാണ്. ഓപ്റ്റിക്കൽ സൂം 3.5x ആണ്. ഈ ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ സാംസങ്ങും വിവോയും മീഡിയടെക്കും കൂടെ ചേർന്ന് കമ്പൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വിവോന് വേണ്ടി ഉണ്ടാക്കിയ സെൻസറാണ് ഈ 200 മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ. അത് 3.5x ഒപ്റ്റിക്കൽ സൂം ആണ് വരുന്നത്. ഇനി സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും തന്നെ 50 മെഗാ പിക്സൽ JN1 സെൻസറാണ് വരുന്നത്. അതിലും ഓട്ടോ ഫോക്കസ് അവൈലബിൾ ആണ്. പ്രൈമറി ക്യാമറേൻ്റെ f1.57 ആണ് അപ്പേച്ചർ വരുന്നത്. ഫ്രണ്ട് ക്യാമറയ്ക്കാണ് f2.0 അപ്പേച്ചർ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ക്യാമറ സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അടിപൊളി ക്യാമറ സിസ്റ്റമാണ്. അപ്പോൾ ഇനി ഒട്ടും തന്നെ വൈകാണ്ട് നമുക്ക് ക്യാമറ സാമ്പിൾസിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് വീഡിയോ റെക്കോർഡിംഗ് 4K 60 FPS 4K 120 FPS റിയർ ക്യാമറയിൽ എടുക്കാം. ഡോൾബി വിഷനിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം വിവോ X300 Pro എടുത്താണ്. അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കൂടുതലൊന്നും വിശദമായി പറയുന്നില്ല, നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം അടിപൊളി എക്സ്പീരിയൻസ് ആണ് വിവോ X300 Pro ഓഫർ ചെയ്തിരിക്കുന്നത്. പോർട്രേറ്റ്സ് ആണെങ്കിൽ ലോ ലൈറ്റ് ആണെങ്കിൽ എല്ലാം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വിവോ X300 Pro ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡായ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ബാറ്ററിയിലോട്ട് വരുമ്പോൾ 6510 mAh ബാറ്ററിയാണ്. 90 വാട്ട് ചാർജിങ് ആണ്. ഏതാണ്ട് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ഹവറിനകത്ത് നമുക്ക് ഫുൾ ചാർജ് ആയിട്ട് എടുക്കാം. 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാറ്ററിൻ്റെ ഗ്രീഡ് ആണെങ്കിലും വളരെ നല്ല ക്വാളിറ്റി ഗ്രീഡാണ് വന്നിരിക്കുന്നത്. ബാറ്ററി പെർഫോമൻസ് എനിക്കൊന്നി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. എഗെയിൻ 6500 ഉണ്ടാവുന്നത് നമുക്ക് എന്താണെങ്കിലും ഒരു ദിവസത്തിലേറെ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ അതാണ് ബാറ്ററി കാര്യം പറയുകയാണെങ്കിൽ. ഇപ്പോഴത്തെ എല്ലാ ഡിവൈസിനും ബാറ്ററി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററീൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റാറ്റ്സ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു വിവോ X300 Proൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറഞ്ഞു. എന്നാൽ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രം കേട്ടോ. ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ചിലപ്പോൾ കാർഡ് ഓഫേഴ്സ് വഴി അത് കുറച്ചുകൂടെ കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും പ്രൈസിങ് 1 lakhന്റെ മുകളിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓബ്വിയസ്ലി ഇതിൻ്റെ ക്യാമറ സിസ്റ്റം തന്നെയാണ്. പിന്നെ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്നുള്ളതിലേക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. IP റേറ്റിംഗ് ഉണ്ട്, IP68 റേറ്റിംഗ് ഉണ്ട്. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ക്യാമറ സിസ്റ്റം ആണ് ഈ ഒരു ഡിവൈസ് ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ടെലിഫോട്ടോ സെൻസറും പിന്നെ ഒരു അഡീഷണൽ ആക്സസറി ഉണ്ട്. നമുക്ക് ആ ആക്സസറി കിട്ടിയിട്ടില്ല. സൂം ക്യാമറേൻ്റെ ഒരു ആക്സസറി, ടെലിഫോട്ടോ ലെൻസായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറി ഉണ്ട്. നമുക്ക് ആക്സസറി കിട്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഇതായിരുന്നു വിവോ X300 Proൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.